രവു ദേ നോക്കിയേ, പപ്പയാണ്ടി നിനക്ക് എന്തൊക്കെയാ വാങ്ങിച്ചോണ്ടിരിക്കുന്നത്? അല്ല, പുളി തിന്നുന്നോ? ദേ വയറ്റിന് കേടാ. ദാ ആന്റി നിനക്ക് നല്ല ഉടുപ്പ് കൊണ്ടിട്ടുണ്ട്, നമുക്ക് ഇതിട്ട് നോക്കാം. ആ എന്താ ദേവിയമ്മേ? അല്ല, നിങ്ങൾ വിഷമിക്കണ്ട, ദാ നിങ്ങൾക്ക് ഞാൻ കൊണ്ടുവന്നിട്ടുണ്ട്, നമുക്കിതിട്ട് നോക്കാം. ഇത് പപ്പയാണ്ടിക്കാണോ? ഇവിടെ ഒരു പുളി തീറ്റി വെക്കവിടെ, നീ കൊണ്ടുപോ. പറഞ്ഞില്ലേ? ആ ചെല്ലു. മോളെ, എന്താ ഡോക്ടർ? ഐ എം സോറി, രേവതി 2 മാസം ഗർഭിണിയാണ്. ഒരുപക്ഷെ ഡോക്ടർക്ക് തെറ്റുപറ്റിയതാവും. അല്ല ബാല, ദേവകി അമ്മയ്ക്ക് മുമ്പേ സംശയം ഉണ്ടായിരുന്നു. പറയുന്നത് തെറ്റാവുമെന്ന് കരുതി അവര് പറയാതിരുന്ന. ഞാൻ എന്ത് ചെയ്യൂടാ? എന്റെ രേവതിയെക്കുട്ടിയെ ചതിച്ചവൻ ആരാണെന്ന് അറിഞ്ഞിരുന്നെങ്കിൽ. നീ ഇമോഷണൽ ആകാതെ സമാധാനമായിട്ടിരിക്കെ, നമുക്ക് കണ്ടുപിടിക്കാം. എങ്ങനെ? ഞാൻ ചോദിക്കാൻ രേവതിയോട്. രാജേട്ടൻ വിഷമിക്കണ്ട. അവളോട് എന്ത് ചോദിക്കാൻ ആരാധിയെ? എന്തു ചോദിക്കുന്നു, എങ്ങനെ ചോദിക്കുന്നു എന്നുള്ളതല്ലല്ലോ പ്രധാനം. ആരാണെന്നറിയുക, അത് ഞാൻ കണ്ടുപിടിക്കാം. രേവതിക്കുട്ടിക്ക് ചോക്ലേറ്റ് വേണ്ടേ? രേവതിക്കുട്ടി എന്താ ചെയ്യണേ? ഒരുക്കുക. ചേച്ചിയും കൂടട്ടെ ഒരുക്കാൻ. ചേച്ചി ഒരു കഥ പറയട്ടെ? വേണ്ട. ഒരു പാട്ട് പാടാം? വേണ്ട. നോക്ക്, പിന്നെ എന്താ വേണ്ടേ? ഇവിടെ തൊഴിക്കാൻ ഒരു പൊട്ട് വേണം. തരാട്ടോ. ഇനി ഇവിടെ നമുക്ക് ഉറക്കാം. ആ, രേവതിക്കുട്ടി ആരാണെന്ന് പറ. പറയൂ മോളെ, ആരാണെന്ന്. മിക്കി മൗസിന്റെയും ഡൊണാൾഡ് ഡക്കിന്റെയും കാസറ്റ് കാണണോ? എന്നാ ആരാണെന്ന് പറ. അത് 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 പറയൂ രേവതിക്കുട്ടി. അത് രാജകുമാരൻ. പ്രായമായ ഒരു പെണ്ണ് വീട്ടിലുള്ളപ്പോ പലർക്കും ആവശ്യത്തിലേറെ സ്വാതന്ത്ര്യം കൊടുത്തിട്ടല്ലേ? അതൊന്നും പറഞ്ഞിട്ട് ഇനി കാര്യമില്ല. സംഗതി വഷളാവുന്നതിന് മുമ്പ് എന്തെങ്കിലും ഒരു തീരുമാനം എടുക്കണം. അതെടുക്കേണ്ടത് നീയാണ് രാജശേഖര.
പറ്റിയോ മഹാഭാവി? എന്തോന്നാ കേക്കുന്നേ? പോടാ അവിടുന്ന്. എന്തോന്ന് എന്തോന്നാ കേക്കുന്നേന്ന്? പാട്ടാ കേക്കുന്നേന്ന്? ഞാനും കുറച്ച് കേക്കട്ടെ. വേണ്ടേ? പ്ലീസ് ഏയ്. ചിന്നു പ്ലീസ്. ചിന്നു പ്ലീസ്. വലിക്കല്ലേ? അയ്യോ, ചെവി. അയ്യോ, പൊട്ടിച്ചോ? അയ്യോ, അയ്യോ, പൊട്ടിച്ചാടാ. അയ്യോ, അത് പൊട്ടിച്ചോ? ഇത് ഇതുപോലെ പൊട്ടിച്ചാടാ. വേണ്ടടാ, എനിക്ക് വേറെ വാച്ചായിരുന്നു. എനിക്ക് ഇത് ഇതുപോലെ പൊട്ടിച്ചാ. അയ്യോ, വേണ്ട, പൊട്ടിച്ചോ. അയ്യോ, എനിക്ക് ഇതുപോലെ പൊട്ടിച്ചാ മതി. വെള്ളം വെക്കാതെ പാട്ട് കേട്ടാ പോരെ. അതിങ്ങിതാ. പാട്ട് കേൾപ്പിക്കാം, പക്ഷെ ഒരു കാര്യം ചോദിച്ചാൽ സത്യം പറയൂ. തരാമെങ്കിൽ ഞാൻ സത്യം പറയാം. പറയുമല്ലോ. ആ, പറയാം. പിടിച്ചോ. ദേവതികുട്ടി, രാജകുമാരന്റെ പേരെന്താ? രാജകുമാരന്റെ പേരെന്താന്ന്? രാജകുമാരൻ. എനിക്ക് അറിഞ്ഞൂടാ. നമുക്ക് പാട്ട് കേൾക്കാവേ. എടാ, നിനക്കറിയില്ല അല്ലേ എന്റെ പെങ്ങളെ പഴപ്പിച്ചത് ആരാണെന്ന്? രാജേര. എടാ, ഓരോ ദിവസവും ഞാൻ അവൾക്ക് രാജകുമാരന്റെയും രാജകുമാരിയുടെയും കഥ പറഞ്ഞു കൊടുത്തിരുന്നത് അവൾ ഉറങ്ങാൻ വേണ്ടി മാത്രമായിരുന്നില്ല, എന്റെയും കൂടി മനസ്സമ്മാനത്തിന് വേണ്ടിയായിരുന്നു. വെറുതെ ആണെങ്കിലും അവളെ രക്ഷിക്കാൻ അതുപോലെ ആരെങ്കിലും വരുമെന്ന് കരുതിയിട്ടാ. നീ അവളെ. നീ എന്നെ തെറ്റിദ്ധരിച്ചിരിക്കുക. അല്ല. അതെ രാജേര, ഞാൻ അവളെ പിഴപ്പിച്ചിട്ടുണ്ടെങ്കിൽ അതിന്റെ ഉത്തരവാദിത്വം ഏറ്റെടുക്കാനുള്ള ചങ്കൂറ്റം എനിക്കുണ്ട്. രേവതിക്കുട്ടി, ആരാ ഇത് പാടിയത്? ആരാന്ന്? രാജകുമാരൻ. ആദ്യം മുറി കഴിച്ചേരാവേ. രേവതിക്കുട്ടി, ഐ, രാജകുമാരൻ. അവൻ എവിടെയുണ്ട്? നീ വിഷമിക്കണ്ട, അവനെ ഞാൻ കൊണ്ടുവരാം. ശരി, സമ്മതിച്ചു. ഫിറ്റായി പോയപ്പം പറ്റിപ്പോയൊരബദ്ധം. പക്ഷെ മണ്ണുണ്ണി, എന്റെ കല്യാണം നിശ്ചയിച്ചിരിക്കുക. അത് നമ്മുടെ രാജുവിന്റെ പെങ്ങളെ. ഈ അവസ്ഥയിൽ തലയ്ക്ക് സുഖമില്ലാത്തൊരു പെണ്ണിനെ. തലയ്ക്ക് സുഖമില്ലാത്തതല്ല, മെന്റലി റീട്ടാർഡഡ്. അവളൊരു പാവം പെണ്ണാടാ. ഒരു കുഞ്ഞുണ്ടായി കഴിഞ്ഞാൽ കുറെയൊക്കെ മാറ്റങ്ങൾ ഉണ്ടാവും. ഇല്ലെങ്കിൽ ഞാൻ തോന്നണം അല്ലേ? എടാ, അവൾക്ക് ഇങ്ങനെ സംഭവിക്കാൻ കാരണക്കാരൻ ഞാനാണെന്ന് നിനക്കൊരു ഉറപ്പുണ്ടോ? ഉണ്ട്. എങ്ങനെ? എനിക്കറിയാം. രേവതി പറഞ്ഞു. അവളെ നീ അല്ലാതെ മറ്റാരും. മറ്റാരും? എടാ, കാണാൻ കൊള്ളാവുന്നൊരു പെണ്ണ് നിന്റെ വീട്ടിൽ തേരാപ്പാര കയറി ഇറങ്ങി നടന്നാൽ നീ വെറുതെ വിടുവോ? ദേ, നിന്റെ തടി ഊരാൻ വേണ്ടി എന്റെ തല കെട്ടി വെക്കാൻ നോക്കരുത്. രവി, സത്യമായിട്ടും ഇത് കൂടുതൽ സത്യങ്ങളൊന്നും കെട്ടിയിരുന്നല്ലിക്കണ്ട. നിന്റെ സത്യസന്ധതയെ കുറിച്ചൊക്കെ എനിക്കറിയാം. രവി, പ്ലീസ്. കയറാ, എന്റെ സ്വഭാവം മാറ്റരുത്. രവി, പോടാ. എന്തായി? സോറി, അവൻ വരില്ല. ഞാൻ തീരുമാനിച്ചു കഴിഞ്ഞു. ഒരു കുഞ്ഞുണ്ടായി കഴിയുമ്പോ ഒരുപക്ഷെ അവള് രക്ഷപ്പെടുമെന്ന് ഡോക്ടർ പറഞ്ഞിട്ടില്ലേ? എന്താ അതിനൊരു ഉറപ്പ്? ഒന്ന് പരീക്ഷിച്ചു നോക്കിക്കൂടെ? പരാജയപ്പെട്ടാലോ? ഈ നിലയിൽ അവൾക്കൊരു കുഞ്ഞിനെ കൂടി നോക്കാനാകില്ല രാധികെ. പിന്നെ പിഴച്ചു പറ്റുന്ന നാണക്കേട്. അച്ഛൻ ആരാണെന്നറിയാത്ത കുട്ടി.
വേണ്ട, ഒന്നും വേണ്ട. അബോർഷൻ തന്നെയാണ് നല്ലത്. മനഃപൂർവ്വമായിരുന്നില്ല, അറിയാതെ പറ്റിപ്പോയതാ. നീ അവളെ കൈവിട്ട ഒരുപക്ഷേ ഞാൻ എന്ത് ചെയ്യണമെന്നാ നീ പറയുന്നത്? നീ അവളെ സ്വീകരിക്കണം. രാജു, അതേടാ, എന്റെ പെങ്ങളെ വിവാഹം കഴിക്കാൻ നീ അല്ലെങ്കിൽ മറ്റൊരാളുണ്ടാവും. പക്ഷേ ആ പാവം പെണ്ണിന് നിനക്കറിയോ, ചെറിയൊരു ആക്സിഡന്റ് അതിന്റെ ദൈവവെടുത്തിയുടെ സമാല തെറ്റിച്ചു. ആ ഒരൊറ്റ കാരണം കൊണ്ട് അവരുടെ ഭർത്താവ് അവരെ ഉപേക്ഷിച്ചു പോയി. എന്റെ ദൈവവെടുത്ത് മരിച്ചത് മുഴു ഭ്രാന്തായിട്ടായിരുന്നു. അച്ഛനും അമ്മയും പെങ്ങന്മാരും ഒന്നും ഇല്ലാതെ വളർന്ന നിനക്ക് ഇതിന്റെ ഒന്നും അർത്ഥം മനസ്സിലാവില്ലടാ. രാജു, നിനക്കൊരു പെങ്ങളുണ്ടായിരുന്നെങ്കിൽ അവൾക്കാണ് രേവതിയുടെ അവസ്ഥ വന്നിരുന്നെങ്കിൽ. ഹലോ, എന്താ രേവതിക്കുട്ടി? എന്റെ കുഞ്ഞുകുരു തീർന്നു. ഇന്ന് രാജകുമാരൻ വരും. എന്താ? അവൻ എവിടെ? രാജശേഖരൻ ഡോക്ടറെ കാണാൻ പോയിരിക്കുക. ഇനി അതിന്റെ ഒന്നും ആവശ്യമില്ല. ഇന്ന് രവി വരും നമ്മുടെ രേവതിക്കുട്ടിയെ കൊണ്ടുപോവാൻ.
ചിന്നു